The role of women in patriarchal society is very pathetic. We have already done a lot of stories regarding the plight of women in patriarchal society. Here we are also discussing such a topic, The Hunt by Mahashweta Devi. It is a short story written by the famous Indian English writer Mahashweta Devi, and we have already done her story Bayan. Mahashweta Deviയുടെ ബായൻ എന്ന കഥ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. And in her stories we can see the plight of women and the exploitation of women in patriarchal society. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളുടെ അവഗണനയും പ്രശ്നങ്ങളും ഒക്കെയാണ് അവരുടെ കഥകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. And here The Hunt is a story that is published in 1995 in her anthology Imaginary Maps. Imaginary Maps എന്നവരുടെ ആന്തോളജിയിലെ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആണ്. അതിൽ 1995 The Hunt എന്ന ഈ കഥ പബ്ലിഷ് ചെയ്യുന്നത്. The Hunt is a short story of Mary Orion, a half-tribal girl who revolts against gender oppression and exploitation in a patriarchal society. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണത്തിനെതിരെയും അതേപോലെ തന്നെ അടിച്ചമർത്തലിനെതിരെയും പ്രതികരിക്കുന്ന ഹാഫ് ട്രൈബൽ ആയ ഒരു പെൺകുട്ടിയാണ് മേരി ഓറിയോൺ. അവളുടെ കഥയാണ് ഈ ഹണ്ട് എന്ന സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. The story is set in a fictional village named Kurda, where the tribals in Bihar celebrate the annual hunting festival Janab Parab. Janab Parab എന്ന ആനുവൽ ഹണ്ടിങ് ഫെസ്റ്റിവൽ ആണ്. ആ ഹണ്ടിങ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന കുർഡ എന്ന ബീഹാറിലെ ഒരു വില്ലേജ് ആണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ആൻഡ് ദ ഫെസ്റ്റിവൽ aimed at protecting the tribe and the land from dangerous animals. ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത് ആ ഒരു ട്രൈബിനെയും അതേപോലെ തന്നെ ആ പ്രദേശത്തെയും അപകടകാരികളായ ആനിമൽസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ അവിടെ ആഘോഷിക്കുന്നത്. ആൻഡ് ദ ട്രഡീഷൻ കണ്ടിന്യൂസ് ഈവൻ ദോ ഇറ്റ് ലോസ് ഈസ് മീനിങ് ടുഡേ. ഈ ഒരു ആചാരം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ അതിന് പ്രസക്തി ഇല്ല എങ്കിൽ തന്നെയും ഈ ഒരു കസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ട്രഡീഷൻ അവരിപ്പോഴും പിന്തുടരുന്നുണ്ട്. ആൻഡ് മേരി ഓറിയോൺ ഈസ് ദി പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി. ഈ കഥയിലെ പ്രധാന കഥാപാത്രം മേരി ഓറിയോൺ ആണ്. നമ്മൾ പറഞ്ഞു ഷീ ഈസ് എ ഹാഫ് ട്രൈബൽ ഗേൾ. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ബിക്കാനി, എ ട്രൈബൽ ലേഡി. ഒരു ട്രൈബൽ ലേഡിയായ ബിക്കാനി എന്ന സ്ത്രീയുടെ മകളാണ് മേരി ഓറിയോൺ. ആൻ ഓസ്ട്രേലിയൻ പ്ലാന്റർ molested and abandoned her mother. ബിക്കാനി എന്ന ആ സ്ത്രീയെ ഒരു ഓസ്ട്രേലിയൻ പ്ലംബർ ഉപദ്രവിക്കുകയും അദ്ദേഹം അവളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അവളെ ഗർഭിണിയാക്കി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. And the story centers around the theme of exploitation of tribal women, violence, sexual harassment, quest for identity and belonging. ഈ കഥയിൽ പല തീംസ് നമുക്ക് കാണാം. എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, അതായത് ട്രൈബൽ ആയിട്ടുള്ള ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഗോത്രവർഗത്തിൽപ്പെട്ട സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതായത് പ്ലാന്റേഴ്സ്, പ്ലംബേഴ്സ് അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ലോഗിങ്ങിനായിട്ടുള്ള ആളുകൾ തടിമുറിക്കാനെന്ന ആ ഒരു വ്യാജേന ഫോറസ്റ്റിൽ എത്തിപ്പെടുകയും അവിടെയുള്ള പെൺകുട്ടികളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു കഥയൊക്കെ നമുക്കിവിടെ കാണാം. ദെൻ വയലൻസ്, സെക്ഷൽ ഹറാസ്മെന്റ്, ക്വസ്റ്റ് ഫോർ ഐഡന്റിറ്റി, അങ്ങനെ പിന്നീട് അവർ പ്രസവിക്കുന്ന കുട്ടികൾക്ക് വ്യക്തിത്വമില്ലാത്ത അവസ്ഥ, ആൻഡ് ബിലോങ്ങിങ്സ്, സ്വന്തവും ബന്ധവും കുടുംബവും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ, ഇതൊക്കെ നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൻ ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റി. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളും ഇത് വെളിപ്പെടുത്തുന്നു. ആൻഡ് ഓൾസോ ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്. ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ്, ഒരു സ്ത്രീ ഇങ്ങനെയാണ് അല്ലെങ്കിൽ പുരുഷൻ ഇങ്ങനെയാണ്, പുരുഷൻ എന്ത് തെറ്റും ചെയ്യാം, അതേസമയം സ്ത്രീ എന്ന് പറയുന്നത് ചൂഷണം നേരിട്ടാലും മിണ്ടാതെ ഇരിക്കണം, അവൾ പ്രതികരിക്കാൻ പാടില്ല എന്ന ആ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ആൻഡ് മേരി ഈസ് എ ഹാഫ് ട്രൈബൽ ഗേൾ, വർക്ക്സ് ഫോർ മിസ്റ്റർ പ്രസാദ്, ആൻ എസ്റ്റേറ്റ് ഓണർ അറ്റ് ദി ഡിക്സൺ ബംഗ്ലാ. ഡിക്സൺ ബംഗ്ലാവില് എസ്റ്റേറ്റ് ഓണറാണ് മിസ്റ്റർ പ്രസാദ്. അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ഹാഫ് ട്രൈബൽ ആയ പെൺകുട്ടിയാണ് മേരി ഓറിയോൺ. ആൻഡ് തഹസീൽദാർ സിംഗ് lands in the village for negotiating a deal
regarding the giant sal trees on Prasad's estate. പ്രസാദിന്റെ എസ്റ്റേറ്റിലേക്ക് തഹസീൽദാർ സിംഗ് എത്തുന്നു. അദ്ദേഹം എത്തുന്നത് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് അവിടെയുള്ള വലിയ സാൽ മരങ്ങൾ മുറിക്കുന്നതിനുള്ള ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസാദിന്റെ എസ്റ്റേറ്റിൽ എത്തുന്നത്. ആൻഡ് ഹി വാസ് ഇൻവൈറ്റഡ് ബൈ മിസ്റ്റർ പ്രസാദ് സൺ ബൻവാരി ലാൽ. മിസ്റ്റർ പ്രസാദിന്റെ മകനായ ബൻവാരി ലാലാണ് ഈ തഹസീൽദാർ സിംഗിനെ അവിടേക്ക് ക്ഷണിക്കുന്നത്. അദ്ദേഹത്തിന് ക്ഷണം സ്വീകരിച്ച് തഹസീൽദാർ സിംഗ് ആ എസ്റ്റേറ്റിൽ എത്തുന്നു. ആൻഡ് ഹി ബിഗാൻ ടു ലുക്ക് അറ്റ് മേരി വിത്ത് എ ലസ്റ്റ്ഫുൾ ഐ ഓൺ ഹർ. ഈ സമയത്ത് അവിടെ എത്തുന്ന അദ്ദേഹം സാൽ മരങ്ങളോടൊപ്പം തന്നെ സുന്ദരിയായ മേരി ഓറിയോനെ കാണുന്നു. അവളെ കണ്ട ഉടനെ തന്നെ അയാളുടെ ഉള്ളിൽ ലസ്റ്റ്ഫുൾ ആയിട്ട് കാമഭ്രാന്തോടുകൂടി അല്ലെങ്കിൽ ആ കാമക്കണ്ണുകളോടുകൂടി മേരിയെ അദ്ദേഹം നോക്കുന്നു. ആൻഡ് മേരി ഗോട്ട് ആംഗ്രി ആൻഡ് റിഫ്യൂസ് ഹിസ് അഡ്വാൻസസ് വിതൗട്ട് മച്ച് സക്സസ്. ആദ്യമൊക്കെ പല പ്രാവശ്യവും മേരി അതിനെ എതിർക്കുന്നു. അയാളുടെ ആ ഒരു കഴുകൻ നോട്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ മേരി ശ്രമിക്കുന്നു. പക്ഷേ ഓൺ ദ ഡേ ഓഫ് ജാനി പറാവ്, ദ ആനുവൽ ഹണ്ടിങ് ഫെസ്റ്റിവൽ, മേരി അൾട്ടിമേറ്റ്ലി റിസോർട്സ് ടു ദ വയലൻസ് ടു പുട്ട് ആൻ എൻഡ് ടു ദ മാറ്റർ ബൈ ഹണ്ടിങ് ഡൗൺ തഹസീൽദാർ. അങ്ങനെ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത്, ജാനി പറബ് എന്ന ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് എല്ലാവരും ആ ഒരു ഫെസ്റ്റിവലിൽ ആഘോഷത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈ സമയത്ത് ഈ തഹസീൽദാർ ഇവളെ ആക്രമിക്കുന്നു. തഹസീൽദാർ സിംഗ് അവളെ ആക്രമിക്കുന്ന സമയത്ത് അവൾ തിരിച്ച് ഇയാളെ ഉപദ്രവിച്ച് കൊല്ലുന്നു. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് പാസീവ് വിക്ടിം ഓഫ് ഫീമെയിൽ സെക്ഷൽ അഗ്രഷൻ, ഷീ അവെഞ്ചസ് ഹെർ ഒപ്രസീവ് പ്ലൈറ്റ് ബൈ കില്ലിങ് ഹെർ അസൈലന്റ്. ഒരു പാസീവ് സഫററായി ഇരിക്കാതെ, അതായത് ചൂഷണം നേരിടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ഒരു ചൂഷണത്തിന് വിധേയമായി പിന്നീട് ഒരു പാസീവായിട്ട് ഇരിക്കുന്നതല്ലാതെ ഇവള് തന്നെ ഉപദ്രവിച്ച തഹസീൽദാരെ കൊല്ലുന്നു. ആൻഡ് ആഫ്റ്റർ ഹെർ സക്സസ് ഓവർ ഹെർ അഗ്രസർ, മേരി റിട്ടേൺസ് ടു ദ ഗ്രൂപ്പ് ഓഫ് വിമൻ ഹു ആർ സെലിബ്രേറ്റിംഗ് ദ ഫംഗ്ഷൻ. തൻ്റെ എതിരാളിയെ കൊന്നതിന് ശേഷം യാതൊരു ഭാവഭേദവും ഇല്ലാതെ മേരി തിരിച്ച് ആ ഫെസ്റ്റിവൽ ഒക്കേഷനിലേക്ക് പോകുന്നു, ആ ഫെസ്റ്റിവൽ സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പൊ ഇവിടെ ആ ഒരു കുറ്റബോധം, ഇവിടെ നമുക്കറിയാം സ്ത്രീകൾ കുറ്റബോധമുള്ളവരാണ് എന്ന ആ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ് ഇവിടെ മാറ്റുന്നത്. അതായത് ചെയ്ത ഒരു ഇരയായി മാറിയാൽ, ഇങ്ങനെ ഒരു സെക്ഷുവൽ അഗ്രഷന് ഇരയായി മാറിയാൽ സ്ത്രീ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഷീ വിൽ ബി എ പാസീവ് സഫറർ. ഇവിടെ യാതൊരു ഭാവഭേദവും ഇല്ലാതെ തന്നെ ഉപദ്രവിക്കാൻ വന്നവനെ കൊല്ലുന്ന മേരിയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്നും വിരുദ്ധമായിട്ട് ആ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ്, അങ്ങനെ ആയിരിക്കണം സ്ത്രീകൾ എന്നതിൻ്റെ നേരെ വിപരീതമാണ്. ആൻഡ് ഷീ ജോയിൻസ് വിത്ത് ദ ലേഡീസ് ഹൂ ആർ സെലിബ്രേറ്റിംഗ് ദ ഫെസ്റ്റിവൽ. ആ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ത്രീകളോടൊപ്പം അവൾ ചേരുന്നു. ആൻഡ് ഷീ ഫീസ് ആൻഡ് ഡാൻസ് വിത്ത് the ladies and abandon and quickly leaves the village for the promise of a better life with her prospective mate Jalim. ഇയാളെ കൊന്നതിന് ശേഷം, തഹസീൽദാർ സിംഗിനെ കൊന്നതിന് ശേഷം ആ ഫെസ്റ്റിവൽ ഒക്കേഷനിലേക്ക് വരുന്നു. ആ സ്ഥലത്ത് വന്ന് ആ സ്ത്രീകളോടൊപ്പം ആടുകയും പാടുകയും അതേപോലെ അവരുടെ വിരുന്നിലൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഗ്രാമം വിട്ടുപോകുന്നു. കാരണം അവളുടെ കാമുകനായ ജാലിമിനോടൊപ്പം ഒരു നല്ല ജീവിതം നയിക്കാനായി ആ ഗ്രാമം വിട്ട് പോകുന്നു. ആൻഡ് ദ ടൈറ്റിൽ കണക്ട്സ് ദ തീംസ് ഓഫ് പെർസ്യൂട്ട്, റിസർച്ച് ഫോർ സ്ട്രഗിൾ ആൻഡ് അഗ്രഷൻ. ഇവിടെ ടൈറ്റിലിൽ കാണിക്കുന്നത്, ടൈറ്റിലിൽ ഹണ്ട് എന്നാണ്. ഹണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടലാണ്. ഇവിടെ വേട്ടയാടൽ എന്ന് പറയുന്നത് ദ ഹണ്ടിങ് ഓഫ് തഹസീൽദാർ സിംഗ് ഓൺ മേരി. ഇവിടെ മേരി എന്ന പെൺകുട്ടിയെ വേട്ടയാടിയ തഹസീൽദാർ സിംഗ്, ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഹണ്ട് എന്നുള്ള ആ ഒരു ടൈറ്റിൽ എടുക്കാം. അതാണ് ഇവിടുത്തെ മെയിൻ തീം. ആൻഡ് ഇറ്റ് സിംബലൈസസ് ദ ക്വസ്റ്റ് ഫോർ സംതിങ് ലൈക്ക് എ പേഴ്സൺ ഓർ ഓബ്ജെക്ട് ഓർ ട്രൂത്ത് ഓർ ജസ്റ്റിസ്. ഇവിടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ്ങും എടുക്കാൻ പറ്റും. അതായത് സെർച്ച് ഫോർ, ഹണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ഫോർ ട്രൂത്ത് ഓർ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. ഇവിടെ മേരി എന്ന പെൺകുട്ടി ഒരാളെ കൊന്നു, അതൊരു കുറ്റമാണ്. പക്ഷെ അവൾക്ക് കുറ്റബോധം തോന്നുന്നില്ല. കാരണം തന്നെ ഉപദ്രവിക്കാൻ വന്ന
ആ ഒരു വ്യക്തിയാണ് അവൾ കൊല്ലുന്നത്. സോ ഇറ്റ് ഈസ് എ സെർച്ച് ഫോർ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ്. സോ ആ അർത്ഥത്തിലും ദ ഹണ്ട് എന്നുള്ള ആ ടൈറ്റിൽ നമുക്ക് എടുക്കാം. ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഷോർട്ട് സ്റ്റോറി. പിന്നീട് ഇറ്റ് ഓൾസോ സജസ്റ്റ് ദാറ്റ് ദ ഐഡിയ ഓഫ് ബീയിങ് ഹണ്ടഡ് വിച്ച് ക്യാൻ റെപ്രസെന്റ് വൾനറബിലിറ്റി ഓർ ഡേഞ്ചർ ഓർ ദ ഫിയർ ഓഫ് ബീയിങ് അറ്റാക്ഡ്. ഇവിടെ എന്താണ് ഫിയർ ഓഫ് ബീയിങ് അറ്റാക്ഡ്, ആക്രമിക്കപ്പെട്ടതിന്റെ ഒരു പേടി അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുമെന്നുള്ള പേടി. അതായത് ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റി വിമൻ ഓൾവേസ് ഫിയർ ഓഫ് ബീയിങ് ഹണ്ടഡ്, എപ്പോഴും വേട്ടയാടപ്പെടാം, ഏത് നിമിഷവും വേട്ടയാടപ്പെടാം എന്ന ഒരു അവസ്ഥയിലാണ് സ്ത്രീകളുള്ളത്. കാരണം പുരുഷാധിപത്യമുള്ള സമൂഹമാണ്. ആ സമൂഹത്തിൽ നമുക്കറിയാം പണ്ടത്തെ കാലത്ത് വഴിയെ പോകുന്ന സ്ത്രീകളെ പോലും ഉപദ്രവിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രത്തോളം സ്ത്രീകൾക്ക് കല്യാണം കഴിഞ്ഞാൽ തന്നെയും ഫസ്റ്റ് നൈറ്റിൽ ജന്മിയുടെ അടുത്ത് അല്ലെങ്കിൽ ആ നേതാവിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രമാണിയുടെ അടുത്ത് കൊണ്ടുപോയതിന് ശേഷം മാത്രമാണ് താഴേക്കിടയിലുള്ള ആണുങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് പോലും അനുവദിച്ചിരുന്നത്. അപ്പൊ അത്രത്തോളം നികൃഷ്ടമായ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു നിലനിന്നിരുന്നത്. ആ സൊസൈറ്റിയിൽ സ്ത്രീയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ഐഡന്റിറ്റി ക്രൈസിസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇറ്റ് ഓൾസോ സിഗ്നിഫൈസ് ദ ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വൈൽഡ് ലൈഫ്, വന്യമൃഗങ്ങളോട് അല്ലെങ്കിൽ വനത്തിലുള്ള, ഇവിടെ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രൈബൽ ലൈഫ് അതാണ്. അതായത് ദ ഫോറസ്റ്റ് ആൻഡ് ദ ലൈഫ്സ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ ഫോറസ്റ്റ്, ഫോറസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും അവരുടെ ജീവിതത്തിന്റെ ആ ഒരു സിംബോളിക് സിഗ്നിഫിക്കൻസ് ഇവിടെ കാണാം. കാരണം അവരെ നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത് ദേ ആർ ദ പേഴ്സൺസ് ടു ബി എക്സ്പ്ലോയിറ്റഡ്, ഏത് നിമിഷവും ചൂഷണം ചെയ്യപ്പെടാൻ പറ്റിയ ആളുകൾ. കാരണം അവർ പ്രതികരിക്കാറില്ല. അങ്ങനെ പ്രതികരണ ശേഷി കുറഞ്ഞു പോയ ഒരു ജനത, അവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മനുഷ്യരുടെ, അതായത് മുതലാളിമാർക്കുള്ള എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഒരുപാട് പേര് നമുക്കറിയാം. ഇപ്പോഴും പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ തന്നെ പല പെൺകുട്ടികൾക്കും അങ്ങനെയുള്ള അതായത് വിവാഹിതരല്ലാത്ത അമ്മമാര് ധാരാളമുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു മേരി ഓറിയോൺ എന്നത് ഹാഫ് ട്രൈബൽ ആണ്. ഹാഫ് ട്രൈബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ ലേഡിക്കുണ്ടായ ഓസ്ട്രേലിയൻ പ്ലാന്ററിൽ നിന്നുണ്ടായ ഒരു കുട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള കഥകളൊക്കെ അവിടെ വുമൻ എക്സ്പ്ലോയിറ്റേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ സാധാരണ ചോദിക്കാവുന്നത് വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, ആ ഒരു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്താണ്. പിന്നീട് വാട്ട് ആർ ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു കില്ലിംഗ് ഓഫ് തഹസിൽദാർ സിംഗ്, തഹസിൽദാർ സിംഗിനെ കൊല്ലാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്. അല്ലെങ്കിൽ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ ഹണ്ടിങ് ഫെസ്റ്റിവൽ, ജനപ് പരബ് എന്ന ആ ഒരു ഹണ്ടിങ് ഫെസ്റ്റിവലിന്റെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെ ഇതിനകത്ത് ചോദിക്കാം. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.